എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതൊരു നല്ല കാര്യത്തിന്റെയും തുടക്കം അല്ലാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ആ നല്ല കാര്യത്തിന്റെ തുടക്കം എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം എന്നത് ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഏതൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് വേണം ഏതൊരു നല്ല കാര്യവും തുടങ്ങാൻ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങാൻ. അതിന് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ടല്ലോ. അതായത് ഏതൊരു നല്ല കാര്യവും ബിസ്മില്ല കൊണ്ട് വേണം തുടങ്ങാൻ. അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങേണ്ടത്. അതിന് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇതിന്റെയൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ പഠിച്ചു. എങ്കിൽ ഏതൊരു കാര്യം, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങൽ വലിയ ഒരു ശ്രേഷ്ഠതയുള്ള അമല. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പോ ഒരു വലിയ ഉഷാറില്ല ഇന്നത്തെ ദിവസം? AC ഇട്ടത് കൊണ്ടാണോ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തുടങ്ങണം? പറ, പോരാ, ഉറക്കെ. ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെളിവ്, നിങ്ങൾ എല്ലാത്തിനും തെളിവ് ചോദിക്കുന്ന കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു പരിശുദ്ധമായ ഖുർആൻ എടുക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്തേതാ? ആ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ കടന്നു വന്നപ്പോഴാണ് ലോകത്തുണ്ടായിരുന്ന, മുൻകാലത്തുണ്ടായിരുന്ന തൗറാത്തും ഇൻജീലും സബൂറും എല്ലാ ഗ്രന്ഥങ്ങളും അവിടെ നിന്ന് അസ്ഥിരപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾക്ക് അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മളിൽ പലർക്കും തിരിയൂല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, നമ്മളുടെ വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്ന, അലമാരിയുടെ മുകളിലിരിക്കുന്ന, ടിവിയുടെ അടിയിലിരിക്കുന്ന ആ പൊടിയൊക്കെ അടിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിനോടുള്ള ബഹുമാനത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതെങ്ങാടും ഒരു പർവ്വതത്തിന്റെ മുകളില്, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെങ്കില് ആ ഖുർആൻ ഇറങ്ങുന്നതിൽ പേടിച്ചിട്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്തേതാ? 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് അതാ ഇറങ്ങി വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ വാചകം ഓതുകയാണ്, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകള്, 114 അധ്യായങ്ങള്. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്താണ് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു പറയുന്നതെന്നറിയുമോ? സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ? സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കേ. രക്ഷിതാവിന്റെ നാമം, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത്. അവിടെ നിന്ന് ആരംഭിക്കുന്നത് അല്ലാഹുവിന്റെ നാമത്തിലായിരിക്കണം പരിശുദ്ധമായ
ഖുർആൻ ഓതേണ്ടത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് തുടങ്ങുമ്പോ ആദ്യത്തെ ആയത്ത് അല്ലാഹുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അല്ലാഹുവിന്റെ നാമത്തിൽ വേണം തുടങ്ങാൻ. ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഒരേ ഒരായത്ത്, ഒരേ ഒരു സൂറത്ത് മാത്രം, സൂറത്ത് തൗബ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ അധ്യായം ഒഴിച്ച് ബാക്കി മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ നിന്ന് പറയുന്ന ഏതൊരു നല്ല കാര്യവും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിലെ 113 ബിസ്മി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സൂറത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മി പറയാൻ പാടില്ല. അതിനും പകരമായിട്ട് വേറൊരു ബിസ്മി വേറെ സൂറത്തിലുണ്ട്. നമ്മൾ പറയേണ്ട 114 ബിസ്മി ഖുർആനിലുണ്ട്. ആ സൂറത്തിലില്ലെങ്കിൽ വേറെ അധ്യായത്തിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ തുടക്കം പോലും അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാനാ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അത് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ പൊതുവേ അത് നമുക്ക് കാണപ്പെടാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരുന്നത്. നന്മകൾ ലഭിക്കാൻ, നന്മകൾ ആ പറയുന്നതിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് നേടാൻ കഴിയുന്നു. ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന കാര്യങ്ങളിൽ എന്തിനാണ് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ എന്തിനാ ഉസ്താദേ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? അങ്ങനെ തുടങ്ങിയാലുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ നാമത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ പടച്ചവനെ റബ്ബിന്റെ സഹായം ലഭിക്കാനത് കാരണമാണ്. ഒരുപാട് ചരിത്രങ്ങൾ കാണുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. ബറാഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ബറാഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഖന്തക്കിന്റെ കുഴി കുഴിക്കുകയാ. ഖന്തക്ക് എന്ന് പറയുന്ന രണാങ്കണം വല്ലാതെ പഠിക്കാനുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പാടിനിടയിൽ നടന്ന യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം. ബിസ്മില്ലയുടെ പ്രതിഫലം കേൾക്കണോ, ശ്രേഷ്ഠത കേൾക്കണോ, എങ്ങനെയാണ് അല്ലാഹു സഹായിക്കുന്നതെന്നറിയണോ? മഹാനായ ബറാഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖന്തക്കിൽ കിടങ്ങു കുഴിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബാ ഖന്തക്കിൽ കുഴി കുഴിക്കാൻ പറയുകയാണ്. വലിയ വലിയ കിടങ്ങുകൾ കുഴിക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ, അതാ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വലിയ പാറ കാണുകയാ, ഒരു ശക്തിയുള്ള പാറ കാണുകയാണ്. പടച്ചവനെ പെട്ടെന്നൊരു പാറ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. എത്ര വെട്ടിയിട്ടും പടച്ചവനെ അവിടെ നിന്ന് പൊട്ടിക്കാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുഴുവനും മാറി മാറി നോക്കുകയാണ്. ആ ഭയാനകമായ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് പ്രയാസപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതാ കിടന്നു പിടിക്കുന്ന വലിയ ഒരു പാറ വന്നിരിക്കുകയാണ്. ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും അത് പൊട്ടുന്നില്ല. ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചെന്ന് പറയുമ്പോ
മുത്തുനബി അവിടേക്ക് കടന്നു വരികയാണ്. തന്റെ സറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വസ്ത്രമങ്ങ് ഊരി മാറ്റുകയാണ്. പാറക്കല്ലിന്റെ ഭാഗത്തേക്ക് കടന്നു തന്നു. എന്നിട്ട് മൺവെട്ടിയെടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ബിസ്മി പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ നാമം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് പാറക്കല്ലിന്റെ മുകളിലേക്ക് അടിക്കുമ്പോ അല്ലാഹുവേ മൂന്നിലെ ഒരു ഭാഗമങ്ങ് പൊട്ടുകയാണ്. ആ പാറയുടെ മൂന്നിലെ ഒരു ഭാഗമങ്ങ് പൊട്ടുകയാ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിസ്മി പറഞ്ഞുകൊണ്ട് പാറയുടെ മുകളിലേക്ക് അടിക്കുമ്പോ പാറയുടെ മൂന്നിലെ ഒരു ഭാഗമങ്ങ് ഇളകി മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയുകയാ. എന്നിട്ട് പറയുകയാ, ഷാമിന്റെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വഹാബാ. അതാ ഷാമെന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ, അവിടുത്തെ ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, എനിക്കിതിനകത്ത് കാണാ സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന് സത്യം, ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു സ്വഹാബാ. ഷാമിന്റെ ഖജനാവിന്റെ താക്കോലുകളും അതിന്റെ ചുമന്ന കൊട്ടാരങ്ങളും ഈ പാറ ഇളക്കിയപ്പോൾ ഇതിനകത്ത് എനിക്ക് കാണാ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് രണ്ടാമതും പാറയുടെ മുകളിലേക്ക് അടിക്കുകയാണ്. റബ്ബേ, അതാ മൂന്നിൽ രണ്ടാമത്തെ ഭാഗവും അവിടെ നിന്ന് പൊട്ടുകയാണ്. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, പേർഷ്യയുടെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ സത്യം, അവിടത്തെ പട്ടണങ്ങളും വെളുത്ത കൊട്ടാരങ്ങളും ഈ സ്ഥലത്ത് ഞാൻ കാണുന്ന സ്വഹാബാ. പേർഷ്യയുടെ അധികാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വരുമെന്ന് ആ പാറ പൊട്ടിപ്പിളരുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാ. മൂന്നാമതും മുത്തുനബി ബിസ്മി പറഞ്ഞു. എന്നിട്ട് മൂന്നാമതും അടിക്കുമ്പോ പാറയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഇളകി മാറുകയാണ്. അപ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, യമനിന്റെ ഖജനാവ് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ സത്യം, സൻആനിലെ കവാടങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ടവര്, മുത്തുനബി അവിടെ നിന്ന് അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ടടിച്ചപ്പോ മുത്തുനബിക്ക് അവിടെ നിന്ന് പേർഷ്യയുടെ അധികാരം, അതുപോലെ തന്നെ പടച്ചവനെ യമനിന്റെ അധികാരം, അതുപോലെ തന്നെ പടച്ചവനെ സൻആൻ എന്ന് പറയുന്ന നാടിന്റെ അധികാരം, ഇതൊക്കെ മുത്തുനബിയുടെ കയ്യിൽ വരുമെന്ന് അവിടെ നിന്ന് അല്ലാഹു കാണിച്ചു കൊടുത്തെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ബിസ്മി പറഞ്ഞിട്ടടിച്ചപ്പോൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് പാറയുടെ മുകളിലേക്ക് അടിച്ചപ്പോ അത് പൊട്ടി മാറുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അത് എന്തുമാകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്താകട്ടെ, പള്ളിയിൽ കയറുന്ന സമയത്താകട്ടെ, വാഹനത്തിൽ കയറുന്ന സമയത്താകട്ടെ, വീടിന്റെ അകത്ത് കയറുന്ന സമയത്താകട്ടെ, ബാത്റൂമിനകത്ത് കയറുന്ന സമയമാകട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയമാകട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയമാകട്ടെ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമയമാകട്ടെ, കച്ചവടത്തിന് വേണ്ടി കടയിലേക്ക് കയറുന്ന സമയമാകട്ടെ, ബിസിനസിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സമയമാകട്ടെ, യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയമാകട്ടെ, നിന്റെ ജീവിതത്തിലെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നീ അല്ലാഹനെ ഓർക്കണേ, അല്ലാഹന്റെ നാമം പറയണേ. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകാനാണ്. അത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. ഒരു സദസ്സിലാണെങ്കിലും ഒരു സദസ്സിൽ പോലുമാണെങ്കിലും നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടിയല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഈ സദസ്സിൽ വേണമല്ലോ. അല്ലാഹുവിനെ കുറിച്ച് പറയണമല്ലോ. അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത മജ്‌ലിസ് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് പിരിയുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രത്യേകമായിട്ടൊരു ദുആ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് മാത്രമല്ല, യഥാ പിശാചിന്റെ ഇടപെടലിൽ നിന്നുള്ള കാവലും നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കും, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കും. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലും ഈ ബിസ്മി പറയുന്നതിലൂടെ നിനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബി മലീഹ് അൻ റജുലിൻ ഖാല കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസർതു. അവിടെ നിന്ന് പറയുകയാണ്, അബുൽ മലീഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്നൊരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി പറയുകയാണ്, ഒരു വ്യക്തിയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിലിരുന്ന് പോകവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോകുമ്പോ മൃഗം താഴെ വീണു. അവിടെ നിന്ന് മൃഗമങ്ങ് താഴെ വീഴുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാച് നശിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിലിരുന്ന് കൊണ്ടൊരു വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് വാഹനം അങ്ങ് താഴെ വീഴുകയാണ്. ഉടനെ ആ മനുഷ്യൻ പറയുകയാ, പിശാചു നശിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബി പറയുന്നു, പ്രവാചകന്റെ പുറകിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വാഹനം താഴെ വീണു. വീണ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പിശാച് നശിക്കട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ഒരാൾ പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ അഹങ്കാരം കൊണ്ട് അവൻ വലുതാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പൊ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. എന്താണ് സജീനോടെ പോയിരിക്കണം? പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അഹങ്കാരം കൊണ്ട് വലുതായി ഒരു വീട് പോലെ ആകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ കാരണമായി ഇത് വീണത് ഒരു തോന്നൽ വരത്തില്ലേ? ചില പറയത്തില്ലേ, എന്നാ ഒറ്റ ഒരാൾ വിചാരിച്ചപ്പോൾ ഓൻ്റെ പണി പോയി, കണ്ടില്ലേ, പുറത്താക്കി കളഞ്ഞു. അപ്പൊ നമ്മളങ്ങ് നെളിയ. അപ്പൊ ഇബ്ലീസ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് സന്തോഷമാണ്. കാരണം എന്താ? ഞാൻ കാരണമാണല്ലോ അത് താഴെ വീണത്. അപ്പൊ അവൻ അഹങ്കാരം കൂടുകയാ. അത് വലിയ ഒരു വീട് പോലെയായി അവൻ മാറും. അവൻ പറയും, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നവൻ പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, പിശാച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവിടെ നിന്ന് പറയുന്നു, വയഖൂലു ബിഖുവതി വലാകിൻ ഖുൽ ബിസ്മില്ലാഹ് ഫഇന്ന
ഇന്നക ഇദാ ഖുൽത ദാലിക തസാഅറ ഹത്താ യകൂനു മിസ്ലു ദുബാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇബ്ലീസ് നശിക്കട്ടെ എന്ന് പറഞ്ഞ അവൻ അഹങ്കാരം കൂടുകയാണ്. എന്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള തോന്നൽ വരികയാണ്. അവൻ അഹങ്കാരം കൂടുകയാ. അപ്പൊ അവന് വലുതാവുകയാണ്, അവന് ധൈര്യമുണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ. പിന്നെ എന്തു പറയണമെന്നറിയുമോ? എന്തെങ്കിലും താഴെ വീണു പോയാൽ, എന്തെങ്കിലും പ്രയാസം വന്നു പോയാ നിങ്ങൾ പറയണം ബിസ്മില്ലാ എന്ന് നിങ്ങൾ പറയണം, എന്ന് നിങ്ങൾ പറയണേ. കാരണം എന്തെന്നറിയുമോ? നിശ്ചയം നിങ്ങൾ അങ്ങനെ പറയുമ്പോ പിശാച് ചെറുതായി ഒരു ഈച്ചയോളം ആയി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സാധനം താഴെ വീഴുമ്പോ നശിച്ചത് ഇബ്ലീസ് നശിക്കട്ടെ എന്നല്ല. അങ്ങനെ പറയുമ്പോൾ അവന് തോന്നുന്നത് ഇത് താഴെ വീഴ്ത്തിച്ചത് ഞാനാ, എന്റെ കഴിവ് കൊണ്ടാണ് ഇത് താഴെ വീണത്. അപ്പൊ അവൻ അഹങ്കാരം തോന്നും. മറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അവനങ്ങ് ചെറുതാകും. എത്രയെന്ന് വെച്ചാൽ ഈച്ചയോളം ആ വലുപ്പത്തിലുള്ളവൻ ഈച്ചയോളം ചെറുതായി അവൻ നിസാരനായി പോകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാ, നിങ്ങൾ ബിസ്മി പറയണം. ആ ബിസ്മി പറയുന്നതിലൂടെ ഇബ്ലീസ് അങ്ങ് തകരുകയാ, അവൻ വല്ലാതെ തരം താഴ്ന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ബിസ്മില്ലാ എന്ന് പറയുന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന്റെ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മില്ല പറയേണ്ട ചില പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ബിസ്മില്ല പറഞ്ഞാൽ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതം ലഭിക്കുകയാ. ബിസ്മി പറയുന്നതിലൂടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പടച്ചവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. പിശാചി ഇടപെടല്, അവന്റെ ഇടപാടുകൾ അല്ലാഹു തകർത്ത് കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പിശാചിന്റെ സാന്നിധ്യമുള്ള ചില സന്ദർഭങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയം നിങ്ങൾ സൂക്ഷിക്കണം. സന്ദർഭവും സ്ഥലവും വരെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ നാമം പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടും. അള്ളാഹുവിന്റെ സംരക്ഷണവും പടച്ച റബ്ബിന്റെ സഹായവും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള സന്ദർഭം എപ്പോഴാണ്, എന്താണ് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സൂചിപ്പിച്ചു തന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എത്ര മണിയായിപ്പോൾ? 10 മണിയായി. ഇൻഷാ അല്ലാഹ് 11:20 എൻ്റെ ട്രെയിന്. 11 നിർത്തിയേക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ആ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ നാമം പറയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്ഥലങ്ങൾ ഏതാണ്? അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു أنه سمع النبي صلى الله عليه وسلم يقول إذا دخل الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء وإذا دخل فلم يذكر الله عند دخوله قال الشيطان
അദ്റക്തുമുൽ മബീത വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തുആമി ഖാല അദ്റക്തുൽ മബീത വൽ അസാ. ബിസ്മില്ല പറയേണ്ട രണ്ട് സമയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ നാമം പറയാൻ പ്രവാചകൻ പറഞ്ഞു തന്ന രണ്ട് സ്ഥലങ്ങൾ ഏതെന്നറിയുമോ? ഒന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നീ കഷ്ടപ്പെട്ട് നിന്റെ സമ്പത്ത് കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന നിന്റെ ഭവനമുണ്ടല്ലോ, സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ നീ പണിതിരിക്കുന്ന നിന്റെ വീടുണ്ടല്ലോ, അല്ലാഹു നിനക്ക് അനുഗ്രഹമായി തന്ന അല്ലാഹു നിനക്ക് അനുഗ്രഹമായി തന്ന നിന്റെ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് കിടക്കുമ്പോ നീ ബിസ്മി പറയണേ മനുഷ്യ. അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ. റസൂലുള്ള പറയുകയാ, അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ഒരു നിഅമത്താണ് ഭക്ഷണം. അല്ലാഹു നിനക്ക് തരുന്ന ഒരു നിഅമത്താണ് ഭക്ഷണം. അത് സാധാരണ ഒരു നിഅമത്തല്ല. ഭക്ഷണം നമ്മൾക്ക് അല്ലാഹു തരുന്ന നിഅമത്താ. വീടും ഭക്ഷണവും പടച്ചവൻ തരുന്ന ഒരു നിഅമത്താണ്. പക്ഷേ ഇന്ന് നമുക്കത് തിരിയില്ലല്ലോ. അത് തിരിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്ന നിഅമത്താണെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ട് നിങ്ങളുടെ പരിസരത്തല്ലേ കോട്ടയം, ഈ കോട്ടയത്തിന്റെ പരിസരത്തല്ലേ സഹോദരാ മുണ്ടക്കയവും മുണ്ടക്കയത്തിന്റെ പരിസരങ്ങളല്ല. അതാ പടച്ചവനെ വെള്ളപ്പാച്ചിലിൽ രണ്ട് നിലയുള്ള മനോഹരമായ വീടുകൾ പോലും പടച്ചവനെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ പുഷ്പം പോലെ വീണങ്ങ് ഒഴുകുകയാണ്. പടച്ചവനെ കാണിച്ചു കൊടുക്കുന്നു, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു, ഒരസരം കാണാത്ത രീതിയിൽ പടച്ചവനെ അല്ലാഹുവിന്റെ ദുരന്തം ഇങ്ങനെ കടന്നു വന്നപ്പോ, ഉരുള് പൊട്ടിയപ്പോ, വെള്ളപ്പാച്ചിലുണ്ടായപ്പോ സമ്പാദിച്ചത് മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോവുകയാണ്. എത്രയോ വീടുകൾ ഒലിച്ചുപോയി. എത്രയോ പേര് തന്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചത് മുഴുവനും ഒറ്റയടിക്ക് ഇന്നലത്തെ പണക്കാരൻ ഒന്നുമില്ലാത്തവനെ പോലെ, അവൻ ആധാറില്ല, റേഷൻ കാർഡില്ല, പാസ്ബുക്കില്ല, പണത്തിന്റെ ഒന്നുമില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലാതെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേര് പടച്ചവരെ അല്ലാഹുവേ, ഒരു കുടുംബത്തിലെ 3-4 മക്കളാണ്. അവസാനം ജനാസ എടുക്കുമ്പോ മണ്ണിനടിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കൂടപ്പറപ്പുകളുടെ ചിത്രം കണ്ടവരെ, എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? അല്ലാഹു നമുക്കിങ്ങനെ മനോഹരമായ വീട് തന്നപ്പോ, കഴിക്കാ സുഭിക്ഷമായ ഭക്ഷണം തന്നപ്പോ, അല്ലാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ഇപ്പോഴും നമ്മൾ പറയുകയാണ്, എവിടെയൊക്കെ വെള്ളം കയറിയാലും പായിപ്പാട് വെള്ളം കയറൂല. കാരണം പായിപ്പാട് ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലമാ. പറയണ കാരണം എന്താ? മോനെ, ആരാടാ പറഞ്ഞത് വെള്ളം കേറില്ലെന്നാരാ പറഞ്ഞത്? തിരുവല്ല വരെ വന്നില്ലേ? ഇപ്പൊ കാഞ്ഞിരപ്പള്ളി മുങ്ങിയില്ലേ? ഇവിടെ അടുത്ത സ്ഥലം പടച്ചവനെ പലതും നിങ്ങളുടെ പരിസരത്ത് മുങ്ങിയില്ലേ? അല്ലാഹുവിന് കഴിയുമല്ലോ, അല്ലാഹുവിന് കഴിയുമല്ലോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിന്റെ അകത്ത് മുങ്ങുമ്പോ നൂഹ് നബി പറഞ്ഞു, യാ ബുനയ്യാ മോനെ, വാപ്പയുടെ വാഹനത്തിൽ കേറടാ, നീ രക്ഷപ്പെടില്ലടാ മോനെ. ഇല്ല വാപ്പാ, കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ പറഞ്ഞേ. അപ്പൊ നമ്മള് പറയണ എന്താ? പടച്ചവനെ, തിരുവല്ലയിലൊക്കെ അല്ലേ, അവിടെ പുഴയുണ്ട്, നദിയുണ്ട്, പായിപ്പാട് എന്തുണ്ട് അല്ലേ? പായിപ്പാട് എന്തിലുണ്ടോ? വെള്ളപ്പൊക്കം ഒരിക്കലും വരൂല എന്നാ വിചാരിച്ച്. ഇവിടെ വെള്ളപ്പൊക്കം ഒന്നും വരത്തില്ല. ചിലപ്പോൾ അള്ളാഹ് ഭൂമി അങ്ങ് കുലുക്കിയാലോ സർവ്വതും പോവല്ലോ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവത്തില്ല, നദിയില്ല, ഉയർന്ന സ്ഥലത്താ, വെള്ളം വരൂല അല്ലേ? പക്ഷെ അള്ളാഹ്ക്ക് കുലുക്കാൻ പറ്റുമല്ലോ. ഒരു കാറ്റടിച്ച പറഞ്ഞങ്ങാതി എനിക്ക് പിന്നെ ആകെ ഒരു സമാധാനം, പായിപ്പാട് പള്ളിയുടെ മുകളിൽ കയറിയാൽ മതി. എനിക്ക് സമാധാനമുണ്ട്. എനിക്കതിൻ്റെ മുകളിലെങ്കിലും കയറാം. നിങ്ങളെന്ത് ചെയ്യും? നമുക്കിവിടെ ആയതുകൊണ്ട് സേഫ്. അള്ളാഹുടെ പള്ളികൾ അള്ളാഹു നോക്കും. പടച്ചവൻ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതണത് വരൂല്ലാന്നാ. നമ്മളിപ്പോൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചെറിയ വെള്ളപ്പൊക്കം അല്ലേ, ഡാം ഒന്ന് തുറന്നു വിട്ടതേ ഉള്ളൂ.
ഡാം തുറന്നു വിട്ടപ്പോൾ ഇത്രയും വെള്ളവും ഈ ജനങ്ങളൊക്കെ ഭീതി എന്തൊക്കെ ഇല്ലേ. മുല്ലപ്പെരിയാറെങ്ങാണൊന്ന് പൊട്ടിയാലൊന്ന് ആലോചിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊക്കിയ ഇടുക്കി ജില്ല, എറണാകുളം ജില്ല വല്ലതും ഉണ്ടോ? ഷിപ്പുണ്ടോ? നെടുമ്പാശ്ശേരി എയർപോർട്ടുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണത് ചുമ്മാതെ കത്തിയടിക്കണതാണ്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു. എടാ, ഒരു ചെറിയൊരു വെള്ളം ഡാം തുറന്നു 2 ഷട്ടർ പൊക്കിയിട്ട് ഇത്തിരി വെള്ളം തുറന്നു വിട്ടപ്പോൾ തന്നെ ഇവിടെ സർവ്വതും മുങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ അണക്കെട്ട് പൊട്ടിയാലോ? അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പഠിക്കാൻ. മുല്ലപ്പെരിയാർ പഠിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഖുർആൻ ഒരു അണക്കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ സ്വർഗം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയുന്നു. ഇതുപോലൊരു നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാന്റെ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രോഗവും ഇല്ല. ഇവിടെ കൊതുവ് ഇല്ലേ? ഈച്ചയില്ലാത്ത നാടുണ്ടോ? കൊതുവില്ലാത്ത നാടുണ്ടോ? പകർച്ചവ്യാധി ഇല്ലാത്ത നാടുണ്ടോ? അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ പകർച്ചവ്യാധി ഇല്ല. റസൂൽ അവിടെ നിന്ന് ഖുർആൻ പറയുന്നു, ഒരു പെണ്ണ് കുട്ട ഇങ്ങനെ തലയിൽ വെച്ചിട്ട് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാ മരത്തിൽ നിന്ന് പഴങ്ങൾ വീണിട്ട് നിറയും. അങ്ങനൊരു നാട്. പറിക്കൊന്നും വേണ്ട, ഖുർആൻ പറഞ്ഞതാ. ആ നാട്ടില് ഒരാളെ തലയിൽ കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി, പഴങ്ങൾ വീണിട്ട് ആ കുട്ട നിറയും. അങ്ങനൊരു നാടുണ്ടായിരുന്നു. അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത, ഇത്രയും വല്ലാത്തൊരു കാലാവസ്ഥ. മൂന്നാറും കാശ്മീർ പോലൊന്നുമല്ല, ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. അള്ളാഹു ഇത്രയും അനുഗ്രഹം കൊടുത്ത നാട്ടുകാരെ അഹങ്കരിച്ചപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സ്രോതസ്സായ ഒരു ഡാം ഉണ്ടായിരുന്നു. ആ ഡാം അള്ളാഹ് അങ്ങ് തകർത്തു. സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോഴാ പിന്നെ മുല്ലപ്പെരിയാറൊക്കെ പോട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ഭവനത്തിലേക്ക് കിടക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ നാമം കറഞ്ഞുകൊണ്ട് വേണം കിടക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിക്കുകയും അങ്ങനെ അവന്റെ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അവൻ ആഹരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ, എന്തിനാണ് ബിസ്മി പറയുന്നത്? ഭക്ഷണം കഴിക്കുമ്പോ പറയണമല്ലോ, വീടിന്റെ അകത്ത് കയറുമ്പോ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞാൽ പിശാചു പറയുകയാ, നിങ്ങൾക്കിവിടെ രാത്രി താമസിക്കാനിടമോ, രാത്രി ഭക്ഷണമോ ഇല്ല. ഒരാൾ വീടിനകത്ത് കയറുന്ന സമയം എല്ലാ വീടിനകത്ത് ഇബിലീസ് ഉണ്ട്. ഉണ്ടാവൂലേ? ഉണ്ടോ ഇല്ലേ? ഇബിലീസ് ഇല്ലാത്ത വീട് ഏതാ? വല്ല വീടുണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ട് ഇബിലീസ്. എല്ലാ വീട്ടിലും ഇബിലീസ് ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ വീടിനകത്തേക്ക് കിടക്കുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ ഇന്ന് പോയി, ഇന്ന് ഈ വീട്ടിൽ ഇനി പറ്റൂല, ഇന്നത്തെ ദിവസം ഈ വീടിനകത്ത് കിടക്കാൻ പറ്റൂല. ഇവിടെ അള്ളാഹുടെ പേര് പറഞ്ഞിട്ട് കയറി, ഇന്ന് രാത്രി വേറെ വീട് നോക്കണം. ശൈത്താൻ പറയും, വെയിറ്റ് ചെയ്യേ, ഭക്ഷണമെങ്കിലും ഉണ്ടോ നോക്കാം. എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പറ്റൂല, ഇനി ഭക്ഷണമെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോഴാ പടച്ചവനെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പറയും, ഇന്ന് കാനായും ഇല്ല, സോരായിക്കും സ്ഥലമില്ല, പൊക്കോളാൻ. ഇന്ന് രണ്ടുമില്ല, ഭക്ഷണവും ഇല്ല, താമസവും ഇല്ല, വേറെ ഏതെങ്കിലും ഒരുത്തന്റെ വീട് നോക്കിക്കൊള്ളാൻ. രണ്ടുപേര് ഇറങ്ങിപ്പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി